இந்த பூவிலும் வாசம் உண்டு தன்ன நான நானா தன்ன நான தனனனா தனனனா இந்த பூவிலும் வாசம் உண்டு தன்ன நான நானா தன்ன நான தனனனா தனனனா. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണ്. വലിയ ട്രാവലൊന്നുമല്ല. സോ എവിടെയാണ് പോകുന്നത്, എങ്ങനെയാണ് പോകുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ ഇപ്പം നമ്മൾ സമയം വന്നിട്ട് സമയം കണ്ടു, ഒരു 1:26. ഇപ്പം സമയം രാത്രി 1:26 വെളുപ്പിന് 1:26. അപ്പം ഞങ്ങൾ ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് റെഡി ആയിട്ട് പെട്ടെന്ന് വരാമേ. അപ്പം ഞാൻ എന്താ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി ഇറങ്ങാനായിട്ട് പോവുക. നമ്മളിത് ആക്ച്വലി ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ട്രിപ്പ് അല്ലായിരുന്നു. നമ്മളങ്ങനെ പോകാൻ പ്ലാൻ ചെയ്തിരുന്നതുമല്ല. സോ പെട്ടെന്ന് അങ്ങ് നമ്മളൊരു ടൈമും ക്ലൈമറ്റും ഒക്കെ നോക്കി പെട്ടെന്ന് ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മളങ്ങ് ഇറങ്ങുവാണ് കേട്ടോ. ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ തണുപ്പിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം തണുപ്പെന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. വേറെ എത്ര ചൂടുവാണെങ്കിലും ഞാൻ സഹിക്കും. ബട്ട് തണുപ്പ് എന്തോ എൻ്റെ ബോഡിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേറെ ഒന്നും മൈൻഡ് ചെയ്തില്ല. കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം കൂടെ ദാണ്ടെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാൻ പോവുക. രാത്രി സമയം തന്നെ നോക്കി ഇറങ്ങുക. കാരണം ട്രാഫിക് കാര്യങ്ങളൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മളൊരു 1 മണി ടൈമാണ് നോക്കി ഇറങ്ങിയത്. ഓൾമോസ്റ്റ് ഒരു 2.5-3 മണിക്കൂർ ട്രാവൽ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു ഒന്ന് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് പോവാന്ന് കരുതി. അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയത് പമ്പ കൂട്ട് കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ്. ഇനി താണ്ട വീണ്ടും യാത്ര തുടങ്ങാൻ പോവാ. കട്ടപ്പന എത്തിയിട്ടുണ്ട്. കട്ടപ്പന അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. കൈയൊക്കെ വിറയ്ക്കുകയാണ്. നമ്മളൊരു ബ്രെഡ് ഓംലേറ്റ് കഴിക്കാനായിട്ട് വന്നതാണ്. ബ്രെഡ് ഓംലേറ്റ് കഴിക്കാൻ കയറിയ നമുക്ക് എന്തായാലും ലാസ്റ്റ് കിട്ടിയതൊരു ഡബിൾ സെറ്റ് ഓംലേറ്റ് വീതമാണ് കഴിച്ചത്. സോ നമ്മളൊരു രാവിലത്തെ സമയം ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഫുഡൊക്കെ പ്രിപ്പറേഷൻ നടക്കുന്നേ ഉള്ളായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ അഗൈൻ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളൊരു 1 hour ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്ത് നിർത്തുന്നത്. കാരണം ട്രാവൽ ചെയ്യും. ഒരു 1 hour കഴിയുമ്പം കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് റെസ്റ്റ് എടുക്കാനായിട്ട് ഇറങ്ങും. എഗെയിൻ നമ്മൾ വീണ്ടും നടക്കും. അപ്പോൾ അവിടെ നല്ലൊരു ഫോട്ടോ എടുക്കാനൊരു സ്പോട്ട് കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ആയിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. എഗെയിൻ നമ്മൾ വീണ്ടും നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. ഈ പോകുന്ന സ്ഥലം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ലൈക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളിപ്പം എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ചതുരംഗപ്പാറയാണ്. ആക്ച്വലി എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഒരു ഓഫ് റോഡ്, അതേപോലെ തന്നെ 2 വീലറിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ട്രാവൽ ചെയ്യുന്നത്. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്, ഒന്നും പറയാനില്ല. എനിക്കിതെങ്ങനെ നിങ്ങൾക്കത് എക്സ്പ്രസ് ചെയ്ത് കാണിക്കണമെന്ന് അറിയാൻ വയ്യ. ലൈക്ക് നമ്മൾ കള്ളിപ്പാറ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ പറ്റണില്ല. കാരണം കുറച്ചൊന്ന് കയറി നോക്കി, നടക്കണില്ല. അതുകൊണ്ട് ചിത്തതോ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടുത്തെ ഓഫ് റോഡ് അത്യാവശ്യം ഉണ്ട്, എങ്കിലും നമുക്ക് 2 പേർക്ക് ഒരുമിച്ച് വരാൻ പറ്റുന്ന ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. സോ ഇപ്പം വന്നത് അവിടെ കുറച്ച് നേരം ഇരിക്കുകയാണ്. എന്ത് പീസാണെന്നറിയാമോ, ഒന്നും പറയാൻ വയ്യ. ഞാനൊരു ഇമാജിനറി വേൾഡിൽ ഇരിക്കുന്ന കണക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പം സമയം ഓൾമോസ്റ്റ് ഒരു 11:30-12 മണി ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ ചെക്ക് ഇൻ ടൈം 2 മണി ആയതുകൊണ്ട് തന്നെ ഉച്ചക്കത്തേക്ക് അവിടെ ഫുഡ് കാണാൻ ചാൻസ് ഇല്ല. സോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങാമെന്ന് കരുതി. സോ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്പോട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു നീണ്ട
ഒരു 6-7 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ദാണ്ട് സൂര്യനെല്ലിയുടെ അടുത്ത് ഓൾമോസ്റ്റ് നമ്മുടെ ലൊക്കേഷൻ്റെ നമ്മുടെ സ്റ്റേയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോ ആ ടൈം നല്ല ഭംഗിയുണ്ട്. ഫോട്ടോസ് എടുക്കാനായിട്ട് നമ്മൾ നിർത്തിയതാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വന്നിട്ട് നല്ല വെയില് പ്ലസ് അതുപോലെ തണുപ്പ് കേട്ടോ. അപ്പം ഈ ഡിസംബർ ടൈമിലൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരുന്നു. നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പുണ്ട്, അതുപോലെ തന്നെ വെയിലും ഉണ്ട് കേട്ടോ. വെയിലുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു തണുപ്പത്ത് ഈ ഒരു വെയിൽ അത്ര ഒരു ഇതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഗ്ലൗ ഒക്കെ ഇട്ടായിരുന്നു നമ്മൾ വന്നത്. ഇങ്ങനെ നമ്മളിവിടെ നിൽക്കുവാണ്. നമ്മുടെ ചെക്ക് ഇൻ ടൈം വന്നിട്ട് 2 മണിയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 12:30-12:45 ആയതേ ഉള്ളൂ. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇപ്പം സമയം ഓൾമോസ്റ്റ് 1 മണിയോളം കഴിഞ്ഞിട്ടുണ്ട്. 1:15 സമയമായി. അപ്പോൾ സോ നമ്മൾ വിചാരിച്ച് ഇനി നമുക്ക് അങ്ങനെ നമ്മുടെ പ്ലേസിലോട്ട് പോകാമെന്ന് കരുതി. കാരണം ഇനി നമ്മൾ ലേറ്റായി കഴിഞ്ഞാൽ ചെക്ക് ഇൻ ടൈമിൻ്റെ സമയത്തിന് നമുക്ക് എത്താൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം ദാണ്ടേ ഇതാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെ വന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണുടക്കിയ ഒരു സ്പേസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദാണ്ടേ ഈ ഒരു ഹിൽ ഏരിയയാണ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല ഈ മല കാണാനായിട്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഈ സ്പോട്ട് കലക്കൂ എന്നുള്ളത്. സോ ഇതേതാണ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റേയുടെ പേരെന്ന് പറയുന്നത് ക്യാമ്പ് ഫെയർ ടെൻസ് അഡ്വഞ്ചർ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട്. ലൊക്കേഷൻ വരുന്നത് സൂര്യനെല്ലി. ഇവിടുത്തെ സ്റ്റേ വന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുകയാണെങ്കിൽ പിറ്റേന്ന് 12 മണിക്കുള്ളിൽ ചെക്ക് ഔട്ട്. പെർ ഹെഡിന് വരുന്നത് 1800 റുപ്പീസാണ്. അപ്പം നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അടുത്തത് ഇനി നമ്മുടെ ടെൻറ്റ് ഞാൻ കാണിച്ചു തരാം. ബാ. ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരിനി വൈകിട്ട് നമ്മളെ തൊട്ടടുത്തുള്ള ഒരു മല ഒരു സൺസെറ്റ് കാണിക്കാനായിട്ട് കൊണ്ടുപോകും. അത് നല്ലൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നത്. ആൻഡ് ആൾസോ പിറ്റേന്ന് രാവിലെ ഒരു ട്രക്കിംഗ് ഉണ്ട്. ആ ട്രക്കിങ് നേരെ പോകുന്ന കൊളുക്കുമല സൺറൈസ് വ്യൂ പോയിന്റിലേക്കാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. അതൊക്കെ നാളെ നമുക്ക് വഴിയെ കാണാം. ഇപ്പം എന്തായാലും നമ്മുടെ ടെൻറ്റ് എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് പറ. ഇതുപോലുള്ള ടെൻറ്റുകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് വീഡിയോസിലൂടെയാണ്. സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതും. ഹലോ, ഇവിടെ നമ്മുടെ ടെൻറ്റ് ഇതാണ് കേട്ടോ. സോ ഇനി ടെൻറ്റിനകത്ത് എങ്ങനെയാണെന്നുള്ള ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഒരു ടെൻറ്റിൽ സ്റ്റേ. ഇതാണ് നമ്മുടെ ടെൻറ്റ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് കയറാം. അത്യാവശ്യം ടയേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും വന്നുടനെ ടെൻറ്റ് കണ്ടത് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. അതിനുശേഷം എണ്ണീറ്റ് നമ്മൾ ദാണ്ടെ ടീ ഒക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇനി സൺസെറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ആ മല കയറാൻ പോവുകയാണ്. സോ അതിനു വേണ്ടി ഇനി റെഡി ആവണം. നമ്മൾ സൺസെറ്റ് കാണാനായിട്ട് പോവാണ്. ആക്ച്വലി നല്ല കോടയുണ്ട്. സോ കിട്ടുമോ കാണാൻ പറ്റുമെന്നുള്ള അറിയാൻ വയ്യ. സൺസെറ്റ് വ്യൂ പോയിന്റിലോട്ടാണ് എന്തായാലും പോകുന്നത്. സൗണ്ടൊന്നുമില്ല, ഒത്തിരി നടക്കാറുണ്ട്. ജസ്റ്റ് കയറിയതേ ഉള്ളൂ. കയറിയപ്പോൾ തന്നെ കുഴഞ്ഞു. ഭയങ്കര എക്സൈറ്റ്മെൻ്റൊക്കെയോടെയാണ് ഞാൻ സൺസെറ്റ് കാണാനായിട്ട് ഇറങ്ങിയത്. ഞാൻ പോകുന്ന പോകൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഇപ്പം ആ മല ഞാൻ കയറി ഇറങ്ങും. ആ ഒരു എക്സൈറ്റ്മെൻറ്റോടാണ് പോകുന്നത്. ഈ റെഡ് ഹുഡി ഇട്ടിരിക്കുന്ന ആ പുള്ളിയാണ് നമ്മുടെ ഗൈഡ് എന്ന് പറയുന്നത്. ആൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ലൈക്ക് നമുക്ക് ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ കയറുവാണ്. നമ്മൾ ആക്ച്വലി മല കയറാൻ തുടങ്ങിയില്ല, അതിന് മുന്നേ തന്നെ ഞാൻ അത്യാവശ്യം ടയേർഡായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എൻ്റെ മുഖത്ത് ഞാൻ കാണിക്കാറില്ലായിരുന്നു. ലൈക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു മല കയറണം എന്നുള്ള ഇതിലാണ് പോകുന്നത്. ആ ഒരു സന്തോഷം എന്തായാലും ഞാൻ കീപ്പ് ചെയ്താണ് പോകുന്നത്. അപ്പം നമ്മുടെ കൂടെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓരോരുത്തർ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുക. കാരണം മല കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറേ നടന്നു. അപ്പോഴേ നമ്മൾ ടയേർഡായി തുടങ്ങി. ആൻഡ് ഞാനൊക്കെ അണച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ. അപ്പം നമ്മൾ ദാണ്ട് ആ ഒരു കയറ്റം ലൈക്ക് നമ്മൾ
ആ ഒരു മല കയറുന്നത് നമ്മുടെ ഈ ഹൈ റേഞ്ചിൽ കയറുമ്പോൾ എങ്ങനെയാണോ മറ്റേ എസ് വളവ് പോകുന്ന ആ ഒരു രീതിക്കാണ്. അപ്പോൾ നമ്മളങ്ങനെ പലയിടത്ത് ഇരുന്നും നിന്നും ഒക്കെയാണ് കയറി വരുന്നത്. ഞാനും ജിത്തുവും പിന്നെ നമ്മുടെ ആ ഒരു ടീം ആൾക്കാരും ഒക്കെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമൻ്റ് അടിച്ചും ചിരിച്ചും ഒക്കെയാണ് പറഞ്ഞ് ആ ഒരു കയറ്റം കയറി പോകുന്നത്. ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എനിക്ക് ആ ഒരു മല കയറാനായിട്ട് പറ്റുമെന്ന്. ബട്ട് എന്തോ നമ്മുടെ കൂടെ വന്ന ടീമിൽ ഫസ്റ്റ് കയറിയത് ഞങ്ങളായിരുന്നു. ലൈക്ക് അതൊക്കെ ഒരു ജസ്റ്റ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ഓരോയിടത്തും നിന്നും ഇരുന്നും ഒക്കെ തന്നെയാണ് പോകുന്നത്. ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് ആർക്കും കയറാനായിട്ട് ഈ മല കയറാൻ പറ്റിയില്ലായിരുന്നു. അവിടെ ആ നല്ലൊരു തണുത്ത ക്ലൈമറ്റിൽ പോലും ഞങ്ങൾ നല്ല രീതിക്ക് വിയർക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ അത്ര നല്ല രീതിയിൽ നമ്മൾ ആ മല കയറാനുള്ളത് കൊണ്ട് തന്നെ ലൈക്ക് പ്രിപ്പയർഡായിട്ട് തന്നെ ആയിരുന്നു പോയിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ മറ്റില്ലേ കാവടി തുള്ളി വന്ന് ഞാനിപ്പോൾ ട്രാജഡി ആയിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും വേണ്ടിയില്ല, കയറണം എന്നുള്ള ഒരു ഒറ്റ മൈൻഡോടാണ് നമ്മൾ ലൈക്ക് ആ ഒരു വ്യൂ പോയിന്റിലോട്ട് പോകുന്നത് പോലും. കുറേ നിൽക്കുന്നു, കുറേ ഇരിക്കുന്നു, അങ്ങനെയൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നേരത്തെ നമ്മുടെ കഷ്ടപ്പാടിന് ശേഷം ഞങ്ങൾ ദാണ്ട് വ്യൂ പോയിന്റിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു. എൻ്റെ കാല് ഓരോ സ്റ്റെപ്പ് ഞാൻ എടുത്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അത്ര ഞാൻ ടയേർഡായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങോട്ട് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ ടയേർഡ്നെസ്സും എവിടെ പോയെന്ന് എനിക്കറിയാൻ വയ്യ. എല്ലാവരും വെയിറ്റിംഗ് ആണ് ഒരു സൺസെറ്റിന് വേണ്ടിയിട്ട്. ഇങ്ങനെ സൂര്യൻ താന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നൈസിന് രണ്ടുപേരും കൂടെ താഴോട്ട് ഇറങ്ങി. അതിൻ്റെ റീസൺ പറയാം. സക്സസ്ഫുള്ളി സൺസെറ്റ് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. സൺസെറ്റ് ആക്ച്വലി പാതി ആയതുള്ളൂ. നമ്മൾ അതിന് മുന്നേ സ്ഥലം തെറിയുന്നുണ്ട്. നല്ല തണുപ്പോട് തണുപ്പ്. എന്താ യെസ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ മുൻകൂട്ടി ഇറങ്ങില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഇരുട്ടാവും. നമ്മൾ അങ്ങ് ചെല്ലുമ്പോൾ ഒരു സമയമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മുൻകൂട്ടി തന്നെ നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. ആൻഡ് സ്റ്റിൽ നമ്മൾ നമ്മുടെ ടെൻറ്റിലോട്ട് എത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ ആ വ്യൂ പോയിന്റ് കണ്ട് നമ്മുടെ ആ മല ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ ഉള്ളതാണ്ട് ഈ ഒരു ലൈക്ക് ഈ ഒരു സമയമായിട്ടുണ്ട്. എന്നിട്ട് പോലും ആ നല്ല ഇരുട്ടാണ്. നമ്മളത് മുൻകൂട്ടി കണ്ട് ഇറങ്ങിയതാണ്. കാരണം ജിത്തു മുന്നേ പോയിട്ടുള്ളതുകൊണ്ട് ജിത്തു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും അവൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഇരുട്ടാകുന്നതിന് മുന്നേ ഇറങ്ങണം, അല്ലെങ്കിൽ കുറച്ച് പാടാണെന്നുള്ള കാര്യം. കാരണം അത് താണ്ട് ആ കുറേ ലൈറ്റ് അവിടെ കാണുന്ന കണ്ടില്ലേ. ആക്ച്വലി നമ്മുടെ കൂടെ വന്നവർ ആ ഗൈഡുമായിട്ട് ആ നൈറ്റ് അവിടെ നിന്ന് അവരിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാനത്ത് നമ്മൾ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്കായിരുന്നു ഒരുമിച്ച്. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇറങ്ങി വന്നത്. അതും വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ആ ഇരുട്ടത്തൊക്കെ ഇറങ്ങി വരിക എന്നുള്ളത്. സോ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ടെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ്, എനിക്ക് തോന്നുന്നു നമ്മൾ ട്രിപ്പ് പോയപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ക്യാരി ചെയ്തിരുന്നൊരു സാധനം എന്ന് പറയുന്നത് ചോക്ലേറ്റ് ആണ്. ഞാനത് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ റിയലി അത് എക്സ്പീരിയൻസ് ചെയ്തു. ഹൈ റേഞ്ചിൽ ഡയറി മിൽക്ക് എന്ന് വേണമെന്നില്ല, ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കുന്നത് എന്തുകൊണ്ടും ബെസ്റ്റാണ്. നമ്മുടെ ആ ഒരു ബ്രീത്തിങ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ കുറേ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സൺസെറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞെത്തി. ദെൻ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ചെറിയൊരു ക്യാമ്പ് ഫയർ സെറ്റപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങി. കഴിച്ച ഫുഡൊക്കെ ഒന്ന് ദഹിക്കണ്ടേ, എന്നാലല്ലേ ഉറങ്ങാൻ പറ്റും. അങ്ങനെ ഞങ്ങളിതായി ഇറങ്ങിയതാണ്. ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ ടെൻറ്റ് വരുന്നത്. ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മളിപ്പം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്കിപ്പം ഒത്തിരി പ്ലേസ് ഉണ്ടെങ്കിൽ പോലും ഇതുപോലെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം മേ ബി നല്ലതെന്ന് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നു. ആൻഡ് എൻജോയിങ് ഈച്ച് മൊമെൻറ്റ്. രാത്രി ആയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ തണുപ്പ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നേരം ചൂടൊക്കെ കൊണ്ടിരിക്കാമെന്ന് എഴുതിയിരിക്കുകയാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. സോ നമ്മളിനി കിടന്നുറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഓൾ. ഇപ്പം സമയം 4 മണി. നമ്മൾ ട്രെക്കിങ്ങിന് പോകാനായിട്ട് പോവുക. പോണ സ്ഥലം എന്ന് പറയുന്നത് കുളുക്കുമലയാണ്. കുളുക്കുമല വ്യൂ പോയിന്റ് കാണാനായിട്ട് പോവുക. യെസ്, കുളുക്കുമല സൺറൈസ് വ്യൂ പോയിന്റ്.
നമ്മൾ റെഡിയായി നിൽപ്പുണ്ട്. ജീപ്പ് ഇപ്പോൾ വരും. ഒരു 4:15 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങണം. സോ നമ്മളിവിടെ റെഡിയായി നിൽക്കുക. 4 മണിയായപ്പോൾ തന്നെ ഞങ്ങളവിടെ റെഡിയായി ചെന്നെങ്കിലും ഒരു 4:30 കഴിഞ്ഞ് ഞങ്ങൾക്കുള്ള ജീപ്പ് അവിടെ വരാനായിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിലും ഫൈനലി ഞങ്ങൾക്ക് ഞങ്ങളുടെ പോകാനുള്ള ജീപ്പ് കിട്ടി. നമ്മളിതാ നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതായത് ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ട്രെക്കിങ്ങിന് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ട് ട്രെക്കിങ്ങിന് പോകുന്നത് കോളേജിൽ പഠിക്കുന്ന ടൈമാണ്. അതിനുശേഷം ഇതാണ് എൻ്റെ സെക്കൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അയ്യോ, ഫുൾ ബോഡി ഇളകിയെന്ന് തന്നെ പറയാം. പക്ഷേ എന്നാലും നമ്മുടെ സൺറൈസ് അതാണല്ലോ നമ്മുടെ എയിം. അങ്ങനെ ഞങ്ങൾ സൺറൈസ് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളത് ഓടുവാണ്. ആക്ച്വലി നമുക്ക് ആ ഒരു വ്യൂ പോയിന്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ആ ഒരു ഹാഫ് ആൻ അവർ നമുക്ക് അവിടെ പോയപ്പോഴത്തേക്ക് നമുക്ക് എത്തിപ്പെടേണ്ട സമയത്തിൽ ചെറിയൊരു വേരിയേഷൻ വന്നെങ്കിലും സൺറൈസ് ആയി വരുന്നതേ ഉള്ളായിരുന്നു. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഒരു ഹൈ റേഞ്ചിൽ നിന്നിട്ടുള്ളൊരു ക്ലൗഡ് ബെഡ്. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. ഇതാണ് ഇനി എന്ത് കൊടുത്താലും നമ്മുടെ ലൈഫിൽ കിട്ടാത്തൊരു സംഭവമാണ് നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണുന്ന ഈ ഒരു കാഴ്ചയെന്ന് പറയുന്നത്. എനിക്കിതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് അറിയില്ല. എൻ്റെ പൊന്നോ, ഇതുവരെ പോയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തൊന്ന് പോയി ട്രൈ ചെയ്യൂ. മരിക്കുന്നതിന് മുന്നേ നമ്മൾ ഇതൊക്കെയാണൊന്ന് കാണേണ്ടത്. ഈ ക്ലൗഡ് ബെഡ് ഇങ്ങനെ കിടക്കുന്നു, അതിൻ്റെ മുകളിൽ കൂടെ ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നു. അയ്യോ, ഒന്നും പറയാനില്ല. ഇതൊക്കെ എൻ്റെ പൊന്നോ, തണുപ്പൊക്കെ ഉണ്ട്, ഓക്കെ, അതൊന്നും നമ്മുടെ ആ ഒരു കാഴ്ചയിലൊന്നും അല്ല എന്നൊരു സംഭവം ഞാൻ റിയലൈസ് ചെയ്തു. കാരണം ഇത്രയും ലോകത്ത് ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ നമുക്കിവിടെ കിടന്നിട്ട് ഇതെന്ത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഇവിടെ ഒന്നും പോവാത്തേന്നുള്ളത് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. എനിക്ക് ഇത്രയും വർഷം എടുത്തു ഞാനിവിടെ എത്തിപ്പെടാനായിട്ട്. സോ ഞാനിപ്പോഴും പറയാണ്, എക്സ്പ്ലോർ യുവർ ലൈഫ്, അത്രേ പറയാനുള്ളൂ. നമ്മുടെ സൂര്യൻ ഉദിച്ചു. അയ്യ, ഈ വീഡിയോയിലൊന്നും കാണുന്ന കണക്കല്ല, റിയലി നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് വേറൊരു ഭംഗിയാണ്. സോ നമ്മുടെ സൺറൈസ് വ്യൂ പോയിന്റ് കുറേ നേരം നോക്കി നിന്ന്, കാരണം അതങ്ങനെ ആയിരുന്നു ആ ഒരു കാഴ്ചയെന്ന് പറയുന്നത്. ആ ഒരു ക്ലൗഡ് ബെഡ്, അതിൻ്റെ അടുത്തൂടെ നല്ല സൂര്യൻ ഇങ്ങനെ നല്ല ചുമന്ന കളറിൽ ഇങ്ങനെ ഉദിച്ച് വരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 9 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ട്രെക്കിംഗ് പോയിന്റിൽ നിന്ന് ആളെ വിളിച്ചിട്ട് നമ്മൾ പിന്നെ റിട്ടേൺ ഇറങ്ങി നേരെ നമ്മുടെ സ്റ്റേയിലോട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ റെഡി ആയിരുന്നു. അങ്ങനെ നമ്മുടെ ട്രെക്കിങ്ങും നമ്മുടെ സൺറൈസും സൺസെറ്റും എല്ലാം കഴിഞ്ഞു. ഇന്നലെ നൈറ്റായിരുന്നു സൺസെറ്റ് കണ്ടിരുന്നത്. പിന്നെ സൺറൈസ് കണ്ടു, പോയി രാവിലെ ട്രെക്കിംഗ് ഉണ്ടായിരുന്നു. സോ അതും കഴിഞ്ഞു. തിരിച്ചു വന്നു, നമ്മൾ ഫുഡ് കഴിച്ചു. എല്ലാം കഴിഞ്ഞ് ചെക്ക് ടൈമാണ്. സോ നമ്മൾ നമ്മുടെ പ്ലേസിനോട് ബൈ ബൈ പറയാൻ പോവുക. ആൻഡ് ഇപ്പം ഇറങ്ങും. നമ്മുടെ സ്റ്റേ ഇവിടെ ആയിരുന്നു, ടെൻറ്റിലായിരുന്നു സ്റ്റേ. നൈസ് എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ജിത്തുവിന് എനിക്ക് തോന്നുന്നു കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, ജിത്തു കുറേ പോയിട്ടുണ്ട്. സോ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഐ ലവ്ഡ് ഇറ്റ് വെൽ. ഞാൻ എൻ്റെ ബാക്കിലൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഡയറക്റ്റ് ഉറക്കണീറ്റ കാണുന്ന വ്യൂ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ. കണ്ട, നമ്മൾ നേരെ ഈ ടെൻറ്റിൻ്റെ നമ്മൾ ഈ ഒരു ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ കാണാൻ പറ്റുന്ന വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. എന്ത് ഭംഗിയല്ലേ. താഴെയൊക്കെ ടെൻറ്റാണ് കേട്ടോ. സൈഡിലുണ്ട് ടെൻറ്റ്, എല്ലായിടവും ടെൻറ്റാണ് നമുക്കിവിടെ. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരാൾക്ക് എത്രയാണ് ചത്തു? 1800 ബട്ട് വെർത്താണ് കേട്ടോ. 1800 തന്നെ നമുക്ക് സൺറൈസ് കാണാം, സൺസെറ്റ് കാണാം, ട്രെക്കിംഗ് ഉണ്ട്. സൺറൈസ് ട്രെക്കിങ്ങിന് കുളുക്കുമലയിൽ പോയി നമുക്ക് നല്ലൊരു വ്യൂ ആയിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളി ഒരു വ്യൂ ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഇനി നമ്മൾ ടൈം ലേറ്റ് ആക്കുന്നില്ല, നമ്മളിനി തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. സോ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ഫുട്ടേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കളക്ട് ചെയ്യാം. നമ്മളങ്ങനെ ഇപ്പം കട്ടപ്പന കഴിഞ്ഞ് കുട്ടിക്കാനം എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഇവിടെ ഒരു കട കണ്ട് മാഗി ഉണ്ടാക്കുന്ന. സോ മാഗി സ്പോട്ട് ഒരു കട കണ്ടു. സോ നമ്മൾ നേരെ അങ്ങോട്ട് പോരുന്നടാ.
ലൈക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾമോസ്റ്റ് നമ്മളൊരു 10 മണി കഴിഞ്ഞിട്ടായിരുന്നു കഴിച്ചിരുന്നത്. 12 മണിക്ക് ചെക്കൗട്ടും ചെയ്ത് നേരെ ഇങ്ങ് ഇറങ്ങി. സോ ഇപ്പോഴാണ് നമ്മൾ കഴിക്കാനായിട്ട് കയറിയത്. അപ്പം ഇവിടെ അത്യാവശ്യം ബാക്കിൽ കണ്ടാൽ അറിയാൻ പറ്റിയ ഒരു ക്ലൗഡി ക്ലൈമറ്റ് ആണ്. സോ നല്ല തണുപ്പും ആയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സാണ്. ഞാൻ റോഡ് സൈഡിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഒരു ക്ലൈമറ്റിൽ മാഗി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് മാഗി കഴിക്കാനായിട്ട് ഇറങ്ങിയതാ. അപ്പം എനിക്ക് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ എടുത്തതാ. സോ ഇനിയിപ്പം നമ്മളൊരു 8-9 മണിയോട് കൂടിയിട്ട് നമ്മൾ വീടെത്തും എന്നാണ് വിചാരിക്കുന്നത്. നോക്കാം എന്തായാലും. ഇനി എന്തായാലും ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. എന്തായാലും ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.